ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 16-ാം തീയതി ഞായറാഴ്ച ദിവസം 1799 മിഥുനമാസം 2-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം 26-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:08 അസ്തമയം വൈകുന്നേരം 6:37 നാളത്തെ തിഥി ദശമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം ഞായറാഴ്ച ഉച്ചയോടെ അടുത്ത സമയം 11:14 വരെയുണ്ട്. അതിനുശേഷമാണ് ചിത്തിര നക്ഷത്രം ആരംഭിക്കുന്നത്. ചിത്തിര നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:51 ഉച്ചകഴിഞ്ഞ് 1:51 അപ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ സമയം ഒന്നുകൂടെ പറഞ്ഞു തരാം. ചിത്തിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച ഉച്ചയോടെ അടുത്ത സമയം 11:14 നട്ടുച്ചയ്ക്ക് അല്പസമയം മുമ്പാണ് ചിത്തിര നക്ഷത്രം ആരംഭിക്കുന്നത്. ചിത്തിര നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 1:51 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്തിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിത്തിര നക്ഷത്ര സർവൈശ്വര്യ പൂജ തിങ്കളാഴ്ച ദിവസമാണ് ഉണ്ടാകുക എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അത്തം നക്ഷത്ര സർവൈശ്വര്യ പൂജയാണ് ഞായറാഴ്ച രാവിലെ ഉണ്ടാക്കുക. ചിത്തിര നക്ഷത്രം എന്ന് പറയുന്നത് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രവും തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രവുമാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിൽ ആദ്യത്തെ 2 പാദങ്ങൾ കന്നിക്കൂറിലും അവസാനത്തെ 2 പാദങ്ങൾ തുലാക്കൂറിലുമാണ് വന്നു ചേരുക. നാളെ ഞായറാഴ്ച ദിവസം ഉച്ചയോടെ അടുത്ത സമയം 11:14 മുതൽ രാത്രി 11:14 വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഞായറാഴ്ച ഉച്ചയോടെ അടുത്ത സമയം 11:14 മുതൽ ഞായറാഴ്ച രാത്രി 11:14 വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്രം തീരുന്ന സമയം വരെയും, അതായത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 1:51 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഞായറാഴ്ച രാത്രി 11:14 മുതൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 1:51 വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിത്തിര നക്ഷത്രത്തെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് ചിത്തിര നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം പുലിയാണ്, ഭൂതം അഗ്നിയാണ്, പക്ഷി കാകനാണ്, വൃക്ഷം കൂവളമാണ്. ചൊവ്വദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. ചിത്ര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം ചൊവ്വ ദശാകാലമാണ്. ചൊവ്വ ദശാകാലത്തുകൂടിയാണ് ചിത്ര നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിന് ആരംഭം കുറിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ ചിത്ര നക്ഷത്ര ജാതകർ ജനിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഗ്രഹനില നോക്കി ചൊവ്വ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് നോക്കണം. ചൊവ്വ ദോഷം ചെയ്യുമോ? ജീവിതകാലം മുഴുവൻ മുൻകോപിയായി മാറുമോ? ഭയങ്കര കോപവും ദേഷ്യവുമുള്ള ആളായി മാറുമോ? ഒന്ന് പറഞ്ഞാൽ രണ്ടാമതിന് അടി, അല്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിയുക, നശിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ക്ഷിപ്രകോപികളായിട്ടുള്ള ഉപദ്രവകാരികളായിട്ടുള്ള സ്വഭാവം വന്നു ചേരുവാൻ സാധ്യതയുണ്ടോ? അത് ചിത്ര നക്ഷത്ര ജാതകർ ജനിക്കുമ്പോൾ തന്നെ നോക്കണം. അതുപോലെ തന്നെ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചാൽ ഉടൻ തന്നെ ഗ്രഹനിലയിൽ രണ്ടാമതായി നോക്കേണ്ട കാര്യം എന്താണ്? സ്വത്ത് സംബന്ധിച്ചുള്ള നഷ്ടം വരുമോ ഇല്ലയോ എന്ന് നോക്കണം. പൂർവികമായ ധനം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ക്ഷയം, താമസിക്കുന്ന വീട് വസ്തുവകളൊക്കെ വിറ്റ് മറ്റൊരിടത്തേക്ക് പോകേണ്ടതായിട്ട് വരുമോ? അതൊക്കെ ചിത്ര നക്ഷത്രത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ പൊതുവായിട്ടുണ്ടാകുന്ന ഒരു ലക്ഷണമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ചിത്തിര ജനിച്ചാൽ അത്തറ മാന്തും എന്ന് പറയുന്നത് ചൊവ്വ ഗ്രഹനിലയിൽ അനിഷ്ടസ്ഥാനസ്ഥിതനാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം മാതാപിതാക്കൾക്ക് കടബാധ്യതയുണ്ടായി, ധനം തികയാത്ത അവസ്ഥ വന്നു, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും വഴക്കുണ്ടായി, പ്രശ്നമുണ്ടായി, അവിടുന്ന് വിറ്റുപെറുക്കി മാറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം പറയുന്നത് ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗ്രഹനില എടുത്ത് പരിശോധിക്കണം. ചൊവ്വ ഇഷ്ടഭാവത്തിലാണോ അനിഷ്ടഭാവത്തിലാണോ?
ചൊവ്വയുടെ അമിതമായ സ്വാധീനം ഉണ്ടായാൽ ആരും പിടിച്ചാൽ കിട്ടത്തില്ല. ഭയങ്കര ദേഷ്യക്കാരനായിരിക്കും. അച്ഛനെയും അമ്മയും വരെ തല്ലും. അതാണ് ചൊവ്വയുടെ ഒരു ദോഷം. അച്ഛനെയും അമ്മയും വരെ തല്ലും. അച്ഛനും അമ്മയ്ക്കൊന്നും നിയന്ത്രിച്ച് നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അതൊക്കെയാണ് ചൊവ്വയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവത്തോടു കൂടിയ ഒരു ജാതകൻ സാഹസികമായ കൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് ഗ്രഹനില എടുത്ത് നോക്കുക. അനിഷ്ടഭാവസ്ഥിതിയിലാണ്, ദോഷം ചെയ്യുന്ന സ്ഥിതിയിലാണെങ്കിൽ അതിനുള്ള വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ തന്നെ ചെയ്യുക. കാരണം ഒരു കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ദേഹത്ത് ഒരു ചരട് ജപിക്കുകയോ ഒരു ഏലസ് കിട്ടുകയോ ഒക്കെ ചെയ്യാം. പക്ഷെങ്കിൽ മുതിർന്നു കഴിഞ്ഞ് അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചൊവ്വയുടെ ഈ ദോഷം ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. മുതിർന്നു കഴിഞ്ഞതൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവനത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി അത് സമ്മതിക്കത്തില്ല. അവരത് അഴിച്ചു കളയും, അല്ലെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല, ഇത് വേണ്ട, ഇതൊക്കെ അന്ധവിശ്വാസമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞ് എന്നെ തടസ്സപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് അത് മുന്നമേ തന്നെ അതൊക്കെ മാതാപിതാക്കൾ ചെയ്യണം. മാതാപിതാക്കൾ ഇതൊന്നും ചെയ്യാറില്ല, എത്ര പറഞ്ഞാലും ചെയ്യാറില്ല. അങ്ങനെയുണ്ട്. അവരും ചിന്തിക്കും. അത് കാരണം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ചിലപ്പം 30-35 വയസ്സൊക്കെ കാണുകയുള്ളൂ. അവർ ഇത് ജ്യോതിഷത്തിലൊന്നും വിശ്വസിക്കുന്ന സമയമൊന്നുമില്ല. പിന്നെ അവരുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യേണ്ടത്. അപ്പം മിക്ക വീടുകളിലും അവർക്ക് താല്പര്യമില്ല, ഞാനിതിനകത്ത് മുൻകൈ എടുക്കുന്നുള്ള രീതിയിൽ അവരും അങ്ങനെ പെരുമാറുക. അതൊക്കെയാണ് പല വീടുകളിലും. കുടുംബത്തിൽ ഐക്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ മുതിർന്ന മാതാപിതാക്കൾ, വല്യപ്പനും വല്യമ്മയും, അവരൊക്കെയാണ് ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ തീർച്ചയായിട്ടും ജ്യോതിഷം പറയുന്നത് ചൊവ്വയുടെ സ്ഥിതി അനുകൂലമാണോ ഇല്ലയോ എന്ന് നോക്കുക. മറ്റ് ഗ്രഹസ്ഥിതികളും നോക്കി അതിനുള്ള വഴിപാടുകളും കാര്യങ്ങളും ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് പോയാൽ ഈ കുട്ടിയുടെ ജീവിതം ശോഭനമായി തീരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഈ ചിത്ര നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത്, ചിത്ര നക്ഷത്ര ജാതകർ ആഡംബര വസ്തുക്കളിലും വർണ്ണവൈവിധ്യങ്ങളിലും സുന്ദര ദൃശ്യങ്ങളിലും താല്പര്യമുള്ളവരാണെന്നാണ് പറയുന്നത്. ആഡംബര വസ്തുക്കൾ, ആഡംബരമായ ജീവിതം നയിക്കുവാൻ അവർക്ക് ഇഷ്ടമുണ്ട്. നല്ല വർണ്ണവൈവിധ്യങ്ങൾ, അവരുടെ ജീവിതം നല്ല വർണ്ണവൈവിധ്യങ്ങളാൽ നിറഞ്ഞ് ശോഭിച്ച് നിൽക്കുവാനൊക്കെ അവർ ആഗ്രഹിക്കും. അതുപോലെ തന്നെ അവർക്ക് പ്രകൃതി ഭംഗി അല്ലെങ്കിൽ ചിലരൊക്കെ കലാകാരന്മാരായിട്ട് ശോഭിക്കും. അവർക്ക് അങ്ങനെ പ്രത്യേകത ഒരു കഴിവുകളൊക്കെ അവർക്ക് വന്നു ചേരും. അങ്ങനെ അവർ പല കാര്യങ്ങളിലും ശോഭിക്കും. ഫോട്ടോഗ്രാഫിയിൽ ശോഭിക്കും, കലാകാരൻ ആർട്ടിസ്റ്റായിട്ട് ശോഭിക്കും. അങ്ങനെ വിവിധ കലാപരമായുള്ള പല മേഖലകളിലും അവർ ശോഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുന്നവരാണ്. അതുപോലെ തന്നെ പ്രവർത്തന വിജയം ഉള്ളവരാണ്, കഴിവ് ഉള്ളവരാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് അവരുടെ കയ്യിലുള്ളതൊക്കെ കൊടുക്കുവാനുള്ള മനസ്സുള്ളവരാണ്. അങ്ങനെയൊക്കെ ഉള്ള നേട്ടങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നാൽ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത ഇവർക്കില്ല. അത് കാരണം ഈ ചൊവ്വയുടെ സ്വാധീനം മൂലമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ഇവർ ജനിച്ചു കഴിഞ്ഞാൽ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം സംഭവിച്ച് പിതൃസ്വത്തെല്ലാം നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഇവർക്കത് തുടർച്ചയായിട്ട് അത് ലഭിക്കുകയില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ചിത്രനക്ഷത്ര സ്ത്രീകൾ സഞ്ചാരശീലരും അന്യദേശവാസം ആഗ്രഹിക്കുന്നവരാണ്. കൂടുതൽ ആൾക്കാരും ചിത്രനക്ഷത്രത്തിൽ ജനിച്ചവർ അവർ താമസിച്ച വീട് വിട്ട് മറ്റൊരു സ്ഥലത്ത് വിവാഹം ചെയ്ത് അയക്കുന്നതല്ലാതെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളാലും അവർ മാറി താമസിക്കുന്നവരാണ് എന്നാണ് ജ്യോതിഷം പറയുന്നത്. കുടുംബജീവിത സുഖക്കുറവ്, ഭർതൃവിരഹം, സന്താന ഭാഗ്യക്കുറവ് ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഈ ചൊവ്വയുടെ സ്വാധീനം മൂലമാണെന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. കുട്ടികളുണ്ടാകാത്തത് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ കുട്ടികളുണ്ടാകാത്ത കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മളത് എത്ര പറഞ്ഞാലും ആരും വരത്തില്ല. അവരത് ചികിത്സിച്ച് ലക്ഷങ്ങൾ കളയും. ഈ ലക്ഷങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കുട്ടികളെ ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താണെന്നൊരു ഒരാൾ ജനിച്ച ഗ്രഹനില നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിനുള്ള ദോഷപരിഹാരം ചെയ്താൽ കുട്ടികളുണ്ടാവും. ഈ പറഞ്ഞ ഞാനും ഇത് വിശ്വസിക്കാതിരുന്നു. കുറേ വർഷങ്ങളെടുത്തു, ചികിത്സിച്ചു നല്ലൊരു തുക എൻ്റെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട്. പിന്നീടാണ് ഞാനിത് ഇതിലേക്ക് തിരിഞ്ഞു വന്നത്. അത് മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്.
അപ്പം വലിയൊരു തുക മുടക്കി ഹോസ്പിറ്റലിലൊക്കെ പോയി അത്യന്താധുനികമായ ചികിത്സാ രീതികളൊക്കെ ചെയ്തു നോക്കും. പക്ഷെങ്കിൽ അതൊന്നും സക്സസ് ആകത്തില്ല. അങ്ങനെ ഒരുപാട് നഷ്ടം വരും. പിന്നെ ഇതിനകത്ത് കൃത്രിമത്വമൊക്കെ ഉണ്ടാകും. ഇതൊന്നും ജനങ്ങളോട് പറഞ്ഞാൽ ആരും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പല ദോഷവശങ്ങളുണ്ടാകും. എന്നാൽ ജ്യോതിഷപരമായി ഇതിനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റേതായ രീതിയിൽ ചികിത്സ വേണമെങ്കിൽ ചികിത്സയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു കുഞ്ഞിനെ കിട്ടും. ആർട്ടിഫിഷ്യൽ അല്ല, അത് നാച്ചുറലായിട്ട് പ്രകൃതി മനുഷ്യന് കൊടുത്തിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതാണ്. അത് ജ്യോതിഷത്തിൽ കൂടി അറിയാൻ പറ്റും. ഗ്രഹങ്ങൾ ഏത് വിധത്തിലാണ് നിൽക്കുന്നത് അത് നോക്കിയാൽ അവർക്ക് സന്താന ഭാഗ്യമുണ്ടോ. ഇപ്പം 5-ാം ഭാവത്തിൽ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 5-ാം ഭാവത്തിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ പുത്രദുഃഖം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ അവസ്ഥകൾ ജ്യോതിഷത്തിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ അത് മനസ്സിലാകും. അപ്പോൾ അതനുസരിച്ച് എന്താണ് ഇവർക്ക് കുട്ടികളുണ്ടാകാത്ത കാര്യം എന്താണെന്നുള്ള ജ്യോതിഷത്തിൽ കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് കഴിക്കണമെങ്കിൽ മരുന്ന് കഴിക്കാം. മറ്റു കാര്യങ്ങളാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താലും സന്താന ഭാഗ്യമുണ്ടാകും. അപ്പോൾ ഈ ചൊവ്വയുടെ സ്വാധീനം മൂലം ഇവർക്ക് സന്താന ഭാഗ്യക്കുറവും അനുഭവപ്പെടും എന്നാണ് ജ്യോതിഷം പറയുന്നത്. വിശാഖം, തൃക്കേട്ട, പൂരാടം, കാർത്തിക, പൂയം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും ചിത്ര നക്ഷത്ര ജാതകർ ഒഴിവാക്കണമെന്ന് ജ്യോതിഷം പറയുന്നു. വിശാഖം, തൃക്കേട്ട, പൂരാടം, കാർത്തിക, പൂയം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും ചിത്ര നക്ഷത്ര ജാതകർ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് ഈ ചിത്ര നക്ഷത്രത്തെക്കുറിച്ച് പറയുവാനുള്ളത്. ഇനി ചിത്ര നക്ഷത്ര ജാതകരുടെ ദശാകാല വിവരണവും കൂടി നൽകാം. ചിത്ര നക്ഷത്ര ജാതകർ ചൊവ്വ ദശയിൽ കൂടിയാണല്ലോ ജീവിതം ആരംഭിക്കുന്നത്. ചൊവ്വ ദശാകാലം 7 വർഷമാണ്. 7 വർഷം എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല. വ്യത്യസ്തമായ കാലയളവിൽ 2, 3, 4 വർഷമൊക്കെ ഉണ്ടെന്നിരിക്കും. അപ്പോൾ ഒരു 4 വർഷം ഉണ്ടെങ്കിൽ 4 വർഷം കഴിഞ്ഞാൽ 4 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചൊവ്വ ദശ കഴിഞ്ഞാൽ പിന്നെ എന്താണ്? രാഹു ദശാകാലമാണ്. ഈ ചിത്ര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ചൊവ്വ ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ഒരു 4 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 18 വർഷമാണ് രാഹു ദശാകാലം. അപ്പോൾ നല്ല വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് വിദ്യാഭ്യാസത്തിൽ കൂടി ചിത്ര നക്ഷത്ര ജാതകർക്ക് മുന്നേറാൻ കഴിയുമോ കഴിയില്ലയോ എന്നുള്ളത് രാഹുവാണ് തീരുമാനിക്കുന്നത്. രാഹു എവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ഇവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഒക്കെ പോകുന്നത്. അപ്പോൾ അവിടെ രാഹു മുടക്കിയാൽ പണി മുടക്കും. രാഹു തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിലെന്നല്ല ജീവിതത്തിൽ ഒരു കാര്യത്തിലും പുരോഗതി ഉണ്ടാകത്തില്ല. തന്നെയല്ല ഈ മാതാപിതാക്കൾക്കും ഈ കഷ്ടതയും പ്രയാസമുണ്ട്. അപ്പോൾ ഈ 4 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രാഹു ദശാകാലമാണ്. ഈ രാഹു ദശാകാലവും കൂടി അനുകൂലമല്ല എങ്കിൽ ഈ കുട്ടി ജനിച്ചത് മുഖേന മാതാപിതാക്കൾക്ക് അരിഷ്ടത, ധനധാന്യ സമൃദ്ധി അവരുടെ ജീവിതത്തിലേ ഇല്ലാതാകുക, ധനത്തിന് ഞെരുക്കം, ആഹാരത്തിന് ഞെരുക്കം, പലവിധമായ കഷ്ടതകൾ, രോഗങ്ങൾ, ശത്രുതകൾ, പല വിഷയങ്ങൾ വന്ന് ഈ 4 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ രാഹുവിൻ്റെ സമയത്ത് തന്നെ വിറ്റുപെറുക്കി അവിടെ നിന്ന് സ്ഥലം വിടും. അപ്പം അതിനാണ് പറയുന്നത് ഈ രാഹു ദശാകാലം അനുകൂലമാണോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. നോക്കിയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ പരിഹാരമൊക്കെ ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റും. ചിലരൊക്കെ നല്ല വീടും സ്ഥലവുമൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ഒരു തീരുമാനപ്രകാരം വിറ്റുപെറുക്കി അങ്ങ് പോവുകയാണ്. പിന്നെ അവർക്ക് അതുപോലെ ശോഭിക്കാൻ പറ്റത്തില്ല ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ജ്യോതിഷം എല്ലാവരുമില്ല, ഞാൻ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. എല്ലാവരും ഇങ്ങനെയൊന്നും പറഞ്ഞു തരത്തില്ല. ഞാൻ മാത്രമാണ് ഇതെന്നും കിടന്ന് ഇങ്ങനെ അലച്ചു വിളിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് പറയുന്നത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയാണ് ഓരോ കുടുംബങ്ങളിലും ഓരോ മനുഷ്യ ജീവിതത്തിലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അവസ്ഥകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചത് കൊണ്ടാണോ ആ ദോഷമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് ജ്യോതിഷപരമായിട്ട് അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ആരെയും പ്രത്യേകിച്ചൊന്നും പറയുന്നതല്ല. ജ്യോതിഷം അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായാലും ആ കുഞ്ഞ് ജനിച്ചപ്പോൾ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ഞാനത് അനുഭവിക്കണം. അതിന് ഞാനും എപ്പോഴും പറയുന്നുണ്ട്, ഒരു സ്ത്രീ ഗർഭിണിയായാൽ അപ്പോൾ മുതൽ തന്നെ ആ സ്ത്രീ വയറ്റത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. അവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ മുതൽ ഉടൻ തന്നെ ആദ്യം ചെയ്യേണ്ട കാര്യം അവർ പ്രാർത്ഥിക്കണം. ഈശ്വരാ, എൻ്റെ ഈ വയറ്റിൽ വളർന്നു വരുന്ന കുഞ്ഞ്
എനിക്ക് കൊള്ളാവുന്ന ഒരു കുഞ്ഞാണ്, എൻ്റെ കുടുംബത്തിന് കൊള്ളാവുന്ന ഒരു, നാടിനും വീടിനും സമൂഹത്തിനും എല്ലാം കൊള്ളാവുന്ന ഒരു കുഞ്ഞായി മാറണം, ഈശ്വരഭക്തിയിൽ വളർന്നു വരുന്നൊരു കുഞ്ഞായി മാറണം, അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട്, അതും ഞാൻ പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആരും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ ദോഷം വന്ന് ഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരിഹാരവും എല്ലാം ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഈ രാഹുദശാകാലം അനിഷ്ടസ്ഥിതി ആണെങ്കിൽ അപ്പോൾ വിട്ടുപെറുക്കി പോകേണ്ടി വരും. അപ്പോൾ 18-22 വയസ്സിനുള്ളിൽ ഇവർ വേറൊരു സ്ഥലത്ത് പോയി താമസം ആക്കേണ്ടി വരും. പിന്നെ വ്യാഴദശാകാലമാണ്. വ്യാഴദശാകാലം ചിത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ഏറെക്കുറെ അനുകൂലമായ ഒരു ദശാഫലം കൊടുക്കും. ആരെയും അങ്ങനെ പ്രകൃതീശ്വരൻ ആരെയും അങ്ങനെ തീരെ ഇല്ലാതാക്കത്തില്ല, നശിപ്പിക്കത്തില്ലല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇവർ വേറെ സ്ഥലത്ത് പോയി അവിടെ പോയി ഏകദേശമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് കൊടുക്കും. വ്യാഴദശാകാലം 16 വർഷമാണ്. അപ്പോൾ 18-4 22 6 28 10 38 ഈ സമയത്ത് വിവാഹമൊക്കെ നടന്ന് ജീവിതം ആരംഭിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ 38 കഴിഞ്ഞാൽ പിന്നെ 38, 9, 47, 10, 57 വയസ്സ് വരെ ശനിദശാകാലമാണ്. ഞെരങ്ങിയും മൂളിയൊക്കെ ആ സമയത്ത് അങ്ങ് പോകും. 57 കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ 7 വർഷം ബുധദശാകാലം, 17 വർഷം ബുധദശാകാലം, 57, 64, 10, 74 ബുധ തീരും. 7 കേതു, 74, 7, 81, 20 വർഷം ശുക്രൻ, 101 കഴിഞ്ഞാൽ പിന്നെ 6 സൂര്യൻ, 107, ചന്ദ്രൻ 10, 117. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കണക്ക് പോകുന്നത്. അപ്പോൾ ഇത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, ഞാനിതെല്ലാ മാസവും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും ചിലപ്പോൾ ചിലർ ചിന്തിക്കാതെ തള്ളിവിടും. ചിലപ്പോൾ അവർ ഞാനിപ്പോൾ പറയുന്നതായിരിക്കും, ചിലപ്പോൾ അവർ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പറയുന്നതായിരിക്കും നാളെ അവർ അതിനെക്കുറിച്ചാണ് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും അവരുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എല്ലാ മാസവും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചിലർക്കത് ബോറടിയാകും, അവർ സ്കിപ്പ് ചെയ്ത് വിടുക. കാരണം സ്കിപ്പ് ചെയ്ത് വിട്ടോട്ടെ, എനിക്കിതിൽ നിന്ന് ധനലാഭമൊന്നുമില്ലല്ലോ, ഞാൻ ധനലാഭം നോക്കിയൊന്നുമല്ല. എനിക്കിപ്പോൾ വേണ്ട 6 മാസം ആയിട്ട് പോലും 10,000 രൂപ യൂട്യൂബിലായിട്ടില്ല. 6 മാസമായിട്ട് എൻ്റെ വരുമാനം 9,000 രൂപയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചിലവാക്കുന്ന സമയത്തിനനുസരിച്ചുള്ള വരുമാനമൊന്നും ഈ യൂട്യൂബിനകത്ത് നിന്നില്ല. അപ്പോൾ ഞാൻ ധനം മോഹിച്ചല്ല, 6 മാസമായിട്ട് പോലും 9,000 രൂപയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു മാസം എത്ര 1,500 രൂപയാണ് എനിക്കിതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ പലരും തെറ്റിദ്ധരിക്കും, യൂട്യൂബിൽ നിന്ന് എനിക്ക് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് ധനം മോഹിച്ചാണ് ചെയ്യുന്നത്, ചുമ്മാ തട്ടിവിടുകയാണ് എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയല്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ധനം മോഹിച്ചല്ല ചെയ്യുന്നത്, എനിക്ക് വരുമാനമില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാ മാസവും തുടർച്ചയായിട്ട് പ്രിയപ്പെട്ടവർക്ക് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. ഒരു കുടുംബം രക്ഷപ്പെടണം. ഇപ്പോൾ ഒരു വ്യക്തി, കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ എനിക്ക് കഴിയണം, അല്ലെങ്കിൽ പിന്നെ ഞാനിത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് എന്താണ് ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്, അവർക്ക് എന്ത് മെസ്സേജാണ് ഞാൻ കൊടുത്തതെന്നുള്ളത് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ എനിക്കുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, നാളത്തെ നക്ഷത്ര ദിവസം ചിത്ര നക്ഷത്ര ദിവസമാണ്. അതായത് ഞായറാഴ്ച 11:14 മുതലാണ് ചിത്ര നക്ഷത്രം ആരംഭിക്കുന്നത്. ആ സമയം മുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. തിരുവോണം, അവിട്ടം, മകയിരം, തിരുവാതിര, പൂരം, ആയില്യം, അത്തം എന്നീ നാളുകാർക്കാണ്. തിരുവോണം, അവിട്ടം, മകയിരം, തിരുവാതിര, പൂരം, ആയില്യം, അത്തം എന്നീ നാളുകാർക്കാണ് നാളെ ഞായറാഴ്ച ദിവസം 11:14 മുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് പൂയം, മകം, ഉത്രം, പൂരാടം, അശ്വതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കുക. നാളെ ഞായറാഴ്ച ദിവസമാണ്, പല കാര്യങ്ങളും ചെയ്യേണ്ട ദിവസമാണ്, ശുഭദിനമല്ല, പാപഗ്രഹമായ സൂര്യൻ്റെ ദിവസമാണെങ്കിൽ പോലും നമ്മൾ ഒട്ടുമിക്ക ശുഭകാര്യങ്ങളും ചെയ്യുന്നത് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ നാളത്തെ പ്രധാനപ്പെട്ട സമയം എടുത്തു പറഞ്ഞു തരാം. രാവിലെ 6:08 മുതൽ 9:08 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞ് 10:38 മുതൽ 3:08 വരെ നല്ല സമയമാണ്. ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. 16 തീയതി, ഒറ്റസംഖ്യ ആക്കുമ്പോൾ 7 വരും. ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. മാത്രമല്ല, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ OZ
എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം നമ്മൾ നാളെക്കുറിച്ചുള്ളൊരു അറിവാണെന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ കേൾക്കുക. നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ മൂത്ത സഹോദരന് ദോഷം വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ആ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. ആ ഒരു സാഹചര്യം ചിലപ്പോൾ അവർക്ക് ദോഷമായി വന്നെന്നുണ്ടാകാം. അതായത് മൂത്ത സഹോദരന് ദോഷം വന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പറ്റും. ദേവാലയങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകാൻ പറ്റും. നല്ല സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ നല്ല ഭാര്യ, നല്ല കുട്ടികൾ, നല്ല ദാമ്പത്യ ജീവിതം, ധനധാന്യ നേട്ടം, എല്ലാം കൊണ്ടും തൊഴിൽപരമായ നേട്ടം എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവിൻ്റെ സ്ഥിതിയും അവർക്ക് അനുകൂലമാണ് നാളത്തെ ദിവസം. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് പിതാവിൻ്റെ സ്ഥിതിയും അനുകൂലമാണ്. ഇത്രയും ദിവസം അവർക്ക് പിതാവിനാൽ പലവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. എന്നാൽ അതെല്ലാം മാറി ഇനിയിപ്പോൾ പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നാളത്തെ ദിവസം മാതാവിൻ്റെ സ്ഥിതിയും അവർക്ക് അനുകൂലമായി വരും. അതായത് ഞായറാഴ്ച രാത്രി വരെ മോശമാണെങ്കിലും ഞായറാഴ്ച രാത്രി 11:14 കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച ചിത്ര നക്ഷത്രം തീരുന്ന സമയം വരെയും, അതായത് ഉച്ച കഴിഞ്ഞ് 1 മണി കഴിഞ്ഞുള്ള സമയം വരെയും മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായുള്ള നേട്ടവും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലുള്ള നേട്ടവും അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതയേകാൻ മാത്രം അനുകൂലമായ ദിവസമല്ല. നാളത്തെ ദിവസം ധനസ്ഥിതിയും കുടുംബസ്ഥിതിയും പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലുള്ളവർ പരസ്പരം കലഹിക്കുവാൻ സാധ്യതയുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുവാനോ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ കലഹിക്കുവാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. തന്മൂലം ഇവർ ദുഃഖിതരായി തീരുവാനും സാധ്യതയുണ്ട്. തലവേദന, തലവെട്ടൽ, ടെൻഷൻ, BP അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം. പിതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾക്ക് അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. തൊഴിൽപരമായ നേട്ടമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നാളത്തെ ഇവരുടെ അനുഭവം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവന്മാർ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണെങ്കിൽ പോലും നാളത്തെ ദിവസം ദൈവാധീനമില്ലാത്ത അനുഭവം ജീവിതത്തിൽ കടന്നു വരാം. നീചബന്ധത്തിലകപ്പെടാം. നീചരുമായി കൂട്ടുകൂടാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെയുള്ള ദോഷവശങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും ധനസ്ഥിതിയും കുടുംബസ്ഥിതിയും ഒക്കെ അനുകൂലമായൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമിയൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്നൊരു ദിവസവുമാണ്. പക്ഷേ ശ്രദ്ധിക്കുക, നീചബന്ധത്തിലകപ്പെടാൻ സാധ്യതയുണ്ട്. നീചരുമായി കൂട്ടുകൂടുവാൻ സാധ്യതയുണ്ട്. ദൈവാധീനമില്ലാത്തൊരു ദിവസവുമാണ്. ഈ ഒരു അറിവ് പറ്റി വേണം നാളത്തെ ദിവസം ജീവിക്കാൻ എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇപ്പോൾ അവർക്ക് കുറവാണ്. ദാമ്പത്യ ജീവിത സുഖം കുറവാണ്. അതുപോലെ തന്നെ വ്യാഴം 12ാം ഭാവത്തിൽ നിൽക്കുന്നു. ദൈവാധീനക്കുറവുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. പല കാര്യങ്ങളിലും ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം നാളത്തെ ദിവസം ജീവിക്കാൻ എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരികയാണ്. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളൊരു ദിവസമാണ്. പിതാവ് മുഖേനയുള്ള നഷ്ടസാധ്യതകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ധനനഷ്ടം, ധനഹാനി, അതുപോലെ തന്നെ ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പിതാവിനോട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ബുദ്ധിപരമായ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സുഖസ്വസ്ഥതേകന്മാർ ഒട്ടും അനുകൂലമായൊരു ദിവസമല്ല. എങ്കിൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ദാമ്പത്യ ജീവിത സുഖക്കുറവൊക്കെ അനുഭവത്തിൽ വരാം. പല കാര്യങ്ങളിലും പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവങ്ങൾ തന്നെയായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരായിട്ടുള്ള വ്യാപാരികൾക്ക് നാളത്തെ ദിവസം വ്യാപാര നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം നല്ല ആരോഗ്യസ്ഥിതി ആയിരിക്കും. ശത്രുനാശം സംഭവിക്കുന്ന ദിവസമാണ്. കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്ന ദിവസമാണ്. നല്ല ദാമ്പത്യ ജീവിതം, എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയും നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ചിലരിൽ പുത്ര ദുഃഖം ഉണ്ടായേക്കാം എന്നുള്ളതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നാളത്തെ ദിവസം ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് അനുകൂലമായൊരു ദിവസമാണ്. ചിലരിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളു.
ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ്. ധനനേട്ടം, സൽപുത്ര യോഗം, ദാമ്പത്യ ജീവിത വിജയം, സൗഭാഗ്യം, അഭിമാനം, അങ്ങനെ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുക. അപ്പോൾ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങളുടെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതാണ് പ്രത്യേകത. മാതാവിനെ കൊണ്ടും പിതാവിനെ കൊണ്ടും എല്ലാം നല്ല രീതിയിലുള്ള, മക്കളെ കൊണ്ടും ഒക്കെ നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർ നാളത്തെ ദിവസം ഈശ്വരവിശ്വാസമുള്ളവരായി സത്യസന്ധതയോടുകൂടി പെരുമാറുന്നൊരു ദിവസമാണ്. ദൈവവിശ്വാസം വർദ്ധിച്ചു വന്ന് എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു പുതിയ തീരുമാനമെടുക്കും. ഇന്ന് സത്യസന്ധമായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും പോകണം, ദൈവത്തെക്കുറിച്ചുള്ളൊരു ചിന്ത വർദ്ധിക്കും, ദൈവവിശ്വാസം വർദ്ധിക്കും. അങ്ങനെ ഭാഗ്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ബന്ധുജന ഭാഗ്യം ഉൾപ്പെടെ നല്ല അറിവും വിനയവും ഉള്ളവരായി നാളത്തെ ദിവസം അവർ ശോഭിക്കുന്നൊരു ദിവസമാണ്. നല്ല നിലയിൽ അവർ പ്രവർത്തിക്കുന്നൊരു ദിവസമാണ്. എന്നാൽ പിതാവിൻ്റേതായ ഭാഗത്തു നിന്നുള്ള തെറ്റും മൂലം ഇവർക്ക് ഇഷ്ടക്കേട് വന്നു ചേരുവാനും അല്ലെങ്കിൽ പിതാവിനോട് ശത്രുതയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമാണ്. പിതാവുമായുള്ള ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിന് മാത്രമാണ് സാധ്യതയുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അല്ലെങ്കിൽ നാളത്തെ ദിവസം തൊഴിലിൽ പോയാൽ തൊഴിലിടങ്ങളിൽ മേലധികാരിയുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യത കാണുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസത്തെ അവരുടെ അനുഭവങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവർ അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്നും ദോഷാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുമൂലം അവർ ദുഃഖിതരായി തീരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. മറ്റൊരു കാര്യം, സ്ത്രീകൾ മുഖേനയുള്ള ദോഷവശങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇവർ അറിവുള്ളവരെ ബഹുമാനിക്കുന്നൊരു ദിവസമാണ്. നല്ല ദാമ്പത്യ സുഖമുണ്ട്, കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്. അങ്ങനെ മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പിതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പ്രതികൂലമായ സാഹചര്യങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നാളത്തെ ദിവസം വന്നു ചേരാമെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂലമായ അനുഭവങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം കേട്ട നാളുകാരോട് പറയാനുള്ളത്. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ആരോഗ്യസ്ഥിതി മെച്ചമാകണമെന്നില്ല. രോഗം, ദുഃഖം, കടം, പ്രയാസം എന്നിവ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ സുഖഹാനി ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുവാനും അഭിപ്രായ വ്യത്യാസത്തിനുമൊക്കെ സാധ്യതയുണ്ട്. മനോദുഃഖം, മാനഹാനി എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പലർക്കും ദേഷ്യം വന്ന് പാപപ്രവൃത്തികൾ ചെയ്യുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉറപ്പില്ലാത്ത മനസ്സും കോപവും ഒക്കെ നാളത്തെ ദിവസം അവരിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ, കുടുംബസുഖം, ധനപരമായ നേട്ടം ചെറിയ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലുപരിയായിട്ടുള്ള ദോഷവശങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ധനധാന്യ നേട്ടമൊക്കെ വന്നു ചേരുന്ന ദിവസമാണ്. തൊഴിൽ ഗുണമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ബന്ധുക്കളുടെ സഹകരണം കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ സൽപ്രവർത്തികൾ ചെയ്യുന്ന ദിവസമാണ്. നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും. ജീവിതാനുഭവങ്ങൾ നല്ല അനുഭവങ്ങളാൽ നിറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരോട് പറഞ്ഞു തരുവാനുള്ളത്. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ബന്ധുമിത്രാദികളുടെ സ്നേഹവും സഹകരണവും സൽപ്രവർത്തികൾ, അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൊരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടം ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ബുദ്ധിശക്തി വർദ്ധിക്കുന്നൊരു ദിവസമാണ്. ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ദിവസമാണെങ്കിലും ധനം തികയാത്ത അവസ്ഥ വരും. ബന്ധുക്കൾ വിരോധികളാകുവാനോ ബന്ധുക്കളുടെ സഹകരണത്തിന് കുറവുണ്ടാകുവാനോ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യം മെച്ചമാകണമെന്നില്ല. സമയത്തും ആഹാരം പോലും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പുത്ര ദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ധനം തികയാത്ത അവസ്ഥ വരും. ചിലർക്ക് ദേഷ്യവും കോപവും വരും. അതുപോലെ തന്നെ പുത്ര ദുഃഖം മൂലം പലവിധമായ പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാമെന്നുള്ളത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൊരുട്ടാതി, മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖക്കുറവും അനുഭവത്തിൽ വന്നു ചേരാം എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി, കാലുത്തുട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബത്തിൻ്റെയും മനസ്സിൻ്റെയും സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. നാളത്തെ ദിവസം അവർക്ക് ധനം, വാഹനം, സ്വത്തുക്കൾ, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം ചിലർക്കുണ്ടാകാം. ചിലർക്ക് അത്
ദോഷമായിട്ടും വന്നു പോയിക്കുക. അതായത് വിറ്റുപോകാനോ നശിച്ചു പോകാനോ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേസ് പ്രശ്നങ്ങൾ അതിലൊക്കെ അകപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. തൊഴിൽപരമായ വലിയ ഗുണമുള്ള ദിവസമല്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരും. അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളാണ് നാളത്തെ ദിവസം മീനക്കുറിൽപ്പെട്ട പൂർട്ടാതികൾ ഉത്തുട്ടാതി രേവതി നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്താനുഭവങ്ങളും അവർക്ക് വന്നു ചേരാമെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.